കല്ലുവിൻ്റെ സ്വന്തം PK 15. പ്ലീസ് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും? അവൻ്റെ ശബ്ദം ആ കുന്നിൻ മുകളിൽ വലിയൊരു മുഴക്കത്തോടെ പ്രതിധ്വനിച്ചു കേട്ടപ്പോൾ തർക്കിച്ചത് മതിയാക്കി അവർ രണ്ടുപേരും കണ്ണനെ ഒന്ന് നോക്കി. അവൻ കണ്ണു തുറച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി ഒന്ന് നോക്കി. അല്പനേരത്തേക്ക് അവർ മൗനം പാലിച്ച് നിൽപ്പു തുടർന്നു. കഷ്ടമുണ്ട്. കൊച്ചു പിള്ളേരെ പോലെ നിന്ന് കലഹിക്കാൻ നിങ്ങൾക്ക് നാണാവുന്നില്ലേ? ഇതാണ് ഇക്കാര്യം സംസാരിക്കാൻ ഞാൻ നിങ്ങളെ ഈ കുന്നിൻ്റെ മണ്ടയിലേക്ക് തന്നെ വിളിച്ചുകൊണ്ട് വന്നത്. വലിയ ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഇരുന്നാണ് സംസാരിച്ചിരുന്നതെങ്കിലോ? എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആരെന്നുള്ള കാര്യമെങ്കിലും ഒന്ന് ഓർക്കാമായിരുന്നില്ലേ? നിങ്ങളുടെ ഈ ബഹളം കേട്ട് വല്ല മീഡിയക്കാരും മണത്തറിഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും കയറി വന്നിരുന്നെങ്കിലോ? അല്ലെങ്കിൽ പോട്ടെ, മീഡിയക്കാരെ എന്തിനു വെറുതെ പറയണം? ആരെങ്കിലും മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങ് കൊടുത്താൽ മതി. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ രണ്ടാളും വൈറലായി മാറിയേനെ. കണ്ണൻ്റെ പ്രസംഗവും ആ ചിരിയും കണ്ടയുടനെ ജെയിംസ് അച്ചായൻ പെട്ടെന്ന് പ്രതികരിക്കാൻ തുടങ്ങി. അതിന് കെട്ടിക്കാൻ പ്രായമായ കൊച്ചുങ്ങളുള്ള ഒരപ്പൻ്റെ വേദന എന്തെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂടോ ഉവ്വേ? ഞാൻ എൻ്റെ അന്നമോളെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടടാ കണ്ണട. അവളെക്കുറിച്ച് ആരെങ്കിലും എന്തേലും വേണ്ടാതീനം പറഞ്ഞാൽ എങ്ങനെയാടാ ഞാൻ സഹിക്കുക? അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തൻ്റെ മുഖം അവരിൽ നിന്നും മറച്ചു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അച്ചായൻ്റെ ചുമലിൽ പതുക്കെ ചെന്ന് പിടിച്ചുകൊണ്ടവൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്കറിയാം അച്ചായ, നിങ്ങൾ രണ്ടുപേരും മക്കളെ നന്നായി സ്നേഹിക്കുന്ന അപ്പന്മാർ തന്നെയാണെന്ന് ഞാൻ നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ വിവരം നിങ്ങളോട് നേരിട്ട് വന്ന് പറയണമെന്ന് കരുതിയത്. നിങ്ങളെ എതിർത്തിട്ടായാലും അവർക്ക് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയും. കാരണം അവർ രണ്ടുപേരും മെജോറിറ്റി ആയവരാണ്. സ്വന്തം ഇഷ്ടങ്ങൾ തീരുമാനിക്കുള്ള സ്വാതന്ത്ര്യം ഇന്ന് അവർക്കുണ്ട്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെയൊരു വിവാഹമല്ല. കാരണം അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അച്ചായ. സ്വന്തം അപ്പന്മാരുടെയും കുടുംബത്തിൻ്റെയും ആശീർവാദത്തോടെ അവർക്കൊന്നാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ആ കുട്ടികളെ എങ്ങനെയാണ് തെറ്റ് പറയാനാവുക? നിങ്ങൾ തമ്മിലുള്ള ഈ ഈഗോ ക്ലാഷ് മാത്രം മാറ്റിയെടുത്താൽ മതി. അതല്ലാതെ ഈ വിവാഹത്തിന് മറ്റ് തടസ്സങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അല്ലേ ജോൺ സാറേ? അവൻ്റെ ചോദ്യത്തിൽ ന്യായമില്ലാതില്ലെന്നുള്ള കാര്യം അയാൾക്കും വ്യക്തമായിരുന്നു. ശരിയാണ്. പരസ്പരമുള്ള ഈഗോയല്ലാതെ ജെയിംസുമായി മറ്റു പ്രശ്നങ്ങളൊന്നും തനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. മകളുടെ പിറകെ ശല്യം ചെയ്ത് നടക്കുന്നവരാരായാലും അവരെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം സ്വന്തം അപ്പന് തന്നെയല്ലേ? അതുതന്നെയല്ലേ അയാളും ചെയ്തത്? അതിലെവിടെയാണ് അയാളെ കുറ്റപ്പെടുത്താൻ തനിക്കാവുക? ചില ചോദ്യങ്ങൾ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിക്കാൻ ജോൺ അന്നേരം ശ്രമം തുടങ്ങി. കുറച്ചു നേരത്തെ ചിന്തകൾക്കൊടുവിൽ അയാൾ മൗനം വെടിഞ്ഞുകൊണ്ട് കണ്ണൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു. മുഖത്തെ ഗൗരവമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അയാൾ കണ്ണൻ്റെ ചുമലിൽ വന്ന് പിടിച്ചു. നീ പറഞ്ഞതെല്ലാം ശരിയാ കണ്ണ. മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. അവർക്കങ്ങനെ ഒരാഗ്രഹമുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കേണ്ടതും നമ്മൾ തന്നെയല്ലേ? എൻ്റെ അലക്സ് മോൻ്റെ ജീവിതം മാറ്റിമറിച്ചത് തന്നെ ആ കൊച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നില്ലേ? ഇനി കൂടുതലൊന്നും ആലോചിക്കുന്നില്ല. ഈ വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ് കണ്ണ. ആ നിൽക്കണ അയാളുടെ സമ്മതം കൂടി അറിഞ്ഞേച്ചാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ജെയിംസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും മാറി നിന്നുകൊണ്ട് പോക്കറ്റിൽ കരുതിയ തൻ്റെ സിഗരറ്റ് പെട്ടിയിൽ നിന്നും ഒന്നെടുത്തുകൊണ്ട് ആ ചുണ്ടിൽ പതുക്കെ തിരികെ വയ്ക്കാൻ തുടങ്ങി. ജോൺ സാറിൻ്റെ മറുപടി സംതൃപ്തി നേടിയ കണ്ണൻ അച്ചായൻ്റെ മറുപടി കൂടി കേൾക്കാനായി കാത്തുനിന്നു. കുന്നിൻ ചെരുവിൻ്റെ താഴ്വരയിലേക്ക് അന്തമില്ലാതെ മിഴിച്ചു നോക്കി നിൽക്കുന്ന അച്ചായൻ്റെ മുഖം അവനെ കൂടുതൽ ഉത്കണ്ഠാകുലനാക്കി. ക്ഷമയില്ലാതെ വന്നപ്പോൾ ഒടുവിൽ അവൻ അച്ചായനെ നോക്കി ഉറക്കെ വിളിച്ചു. മനുഷ്യ, നിങ്ങളും കൂടി എന്തെങ്കിലും ഒന്ന് വായി തുറന്ന് പറയാൻ ശ്രമിക്കേ. ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നതിൽ നിന്നും ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? പ്ലീസ് അച്ചായ, ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് ഒന്ന് പറയണ്ട അച്ചായ. ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് അയാൾ പതുക്കെ തിരിഞ്ഞു നിന്നു. ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന കണ്ണൻ്റെ മുഖം നോക്കി അയാൾ കണ്ണുകൾ പതുക്കെ ചിമ്മി. ജെയിംസ് അച്ചായൻ കണ്ണുകൾ ചിമ്മി കാണിച്ചപ്പോൾ വിശ്വസിക്കാനാകാതെ അവൻ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താ ഇതിനർത്ഥം? സമ്മതമാണെന്നോ അതോ അല്ലെന്നോ? സമ്മതം, അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എൻ്റെ കൊച്ചിൻ്റെ സന്തോഷം തന്നെയാ എനിക്കും വലുത്. അപ്പന്മാരുടെ സമ്മതം ഉണ്ടെങ്കിലേ അവൻ കെട്ടാൻ തയ്യാറാവൂന്ന് പറഞ്ഞില്ലേ? അത് മതി, അത് മാത്രം മതി അവൻ നന്നായെന്ന് എനിക്ക് വിശ്വസിക്കാൻ. എനിക്ക് സമ്മതമാണ് കണ്ണ. ചെന്ന് പറഞ്ഞേക്ക് അങ്ങേരോട് എൻ്റെ കൊച്ചിനെ അവരുടെ കുടുംബത്തിലോട്ട് കൈപിടിച്ചു കൊടുക്കാൻ ഈ ജെയിംസിനും പൂർണ്ണ സമ്മതമാണെന്ന്. അല്പം മാറി എല്ലാം വീക്ഷിച്ചു നിന്നിരുന്ന ജോണിൻ്റെ മുഖത്തും ആ വാർത്ത കേട്ടറിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം ഒത്തിരിയായിരുന്നു.
എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും അവരിപ്പോഴും നേരിൽ സംസാരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ അവരെ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലെന്ന് കണ്ണനും തീരുമാനമെടുത്തു. സന്തോഷായി. അങ്ങനെ രണ്ടു പേർക്കും സമ്മതമാണെന്ന് അറിയിച്ചു. ഇപ്പോ സത്യത്തിൽ എൻ്റെ റോൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതും ഉറപ്പിക്കേണ്ടതും നിങ്ങൾ തന്നെയാ. പരസ്പരം മിണ്ടാതെ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ മുന്നോട്ട് പോവുക? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. അച്ചായനൊന്ന് ഇങ്ങോട്ട് വന്നേ. അവൻ ജെയിംസ് അച്ചായൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ജോൺ സാറിൻ്റെ അരികിലേക്ക് എത്തി നിന്നു. ഇനി മടിച്ചു നിൽക്കാതെ രണ്ടുപേരും ആ കൈയൊന്ന് നീട്ടിക്കേ. അല്പം ജാള്യതയോടെ ജെയിംസ് അച്ചായൻ കൈ കൊടുക്കാൻ മടിച്ചു നിന്നെങ്കിലും ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് അയാൾക്കും ബോധ്യമായിരുന്നു. അയാൾ ഒരു കള്ളപ്പുഞ്ചിരിയോടെ ജോൺ സാമുവലിനു നേരെ കൈ നീട്ടിക്കൊടുത്തു. ഒട്ടും വൈകിക്കാതെ തന്നെ അതേ പ്രതികരണത്തോടെ തിരിച്ചു ജോണും അയാൾക്കു നേരെ കൈ കൊടുത്തുകൊണ്ട് ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർത്തി. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ജോൺ സാമുവലും ജെയിംസും ഒന്നായി തീർന്നതിൻ്റെ കാരണക്കാരനാവാൻ കഴിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തിയും സന്തോഷവും കണ്ണൻ്റെ മുഖത്തും തെളിഞ്ഞു വന്നു. ഒരു നെടുവീർപ്പിട്ടുകൊണ്ടവൻ അവർക്ക് ചാരി നിന്നുകൊണ്ട് ഉച്ചത്തിൽ കൈകൊട്ടി. ആ കൈയടി ശബ്ദം കുന്നിൻ ചെരുവുകളിലെ മനോഹാരിതയിലൂടെ താളലയത്തോടെ പ്രതിധ്വനിച്ച് കേൾക്കാൻ തുടങ്ങി. തൻ്റെ തലയിൽ കയറ്റി വച്ചിരുന്ന വലിയൊരു ഭാരത്തെ ഇറക്കി വെച്ചതിൻ്റെ ആശ്വാസത്തിൽ കണ്ണനും ആ സന്തോഷത്തിൽ അവരോടൊപ്പം പങ്കുചേർന്നു. അലക്സ് സാമുവലിൻ്റെയും അന്നയുടെയും വിവാഹം ഇരു കൂട്ടരുടെയും സമ്മതപ്രകാരം നടത്താനായി തീരുമാനിച്ചു. ചെക്കനും പെണ്ണും പരസ്പരം അറിയുന്നവരായിരുന്നിട്ടും ചടങ്ങുകളെല്ലാം അതിൻ്റെ വഴിക്ക് ഗംഭീരമായി തന്നെ നടത്താൻ അവരെല്ലാവരും തീരുമാനിച്ചിരുന്നു. മനസ്സമ്മതത്തിന് ശേഷം എല്ലാവർക്കും അനുയോജ്യമായ ഒരു ഡേറ്റിനു തന്നെ അവർ തമ്മിലുള്ള വിവാഹം നടത്താനും തീരുമാനമായി. അതിനായുള്ള ഓരോ തയ്യാറെടുപ്പുകളിലും കണ്ണനെയും കല്ലുവിനെയും കൂടി ഉൾപ്പെടുത്താൻ അവർ നിശ്ചയിച്ചിരുന്നു. ജെയിംസ് അച്ചായൻ്റെയും ജോൺ സാറിൻ്റെയും കുടുംബത്തിലെ ഒരംഗമായി കണ്ണൻ മുന്നിൽ തന്നെ നിന്നു. ഒപ്പം അവൻ്റെ വാലുകളായി സതീശനും സുബ്രുവും ബാബുവും കൂടി അതിൽ പങ്കാളികളായി. വിവാഹ വസ്ത്രങ്ങളും പുതുപ്പെണ്ണിനുള്ള ആഭരണങ്ങളുമെല്ലാം ഒരുങ്ങി. ഇരു കൂട്ടർക്കും എത്താൻ സൗകര്യപ്രദമായ ഏറ്റവും വലിയ ഓഡിറ്റോറിയം തന്നെ വിവാഹം നടത്താനായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ജെയിംസിൻ്റെ കുടുംബക്കാരും നാട്ടിലെ ഒട്ടുമിക്ക ആളുകളുമെല്ലാം ആ വിവാഹത്തിനായി അവിടേക്ക് നിരനിരയായി എത്തിച്ചേർന്നു. ജോണിൻ്റെ ഭാഗത്തും ആളുകളുടെ എണ്ണത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. സിനിമാ മേഖലയിലെ പ്രമുഖരും കുടുംബക്കാരും നാട്ടുകാരുമെല്ലാമായി ഒത്തിരി പേര് അവിടെയും സാന്നിധ്യം അറിയിച്ചു. അലങ്കാരം കൊണ്ടും സൽക്കാരം കൊണ്ടും വന്നവർക്കും കാണുന്നവർക്കുമെല്ലാം ആ വിവാഹം ഒരു വ്യത്യസ്ത വിരുന്നായി മാറാൻ കാരണമായി. വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിനു ശേഷത്തെ റിസപ്ഷൻ പരിപാടികൾക്കിടയിൽ കാണികൾക്കെല്ലാം സർപ്രൈസായി കണ്ണനും സതീശനും ചേർന്ന് ഗംഭീരമായ നൃത്തം കാഴ്ചവെക്കുന്നതിനിടയിലേക്കാണ് കിതച്ചോടിക്കൊണ്ട് സുബ്രു അവിടേക്ക് പാഞ്ഞെത്തിയത്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും നടുവിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന അന്നയെയും അലക്സിനെയും നോക്കിക്കൊണ്ടവർ താളത്തോടെ ചുവടുകൾ വെച്ചു തുടങ്ങി. അതിനിടയിൽ നിന്നും തൻ്റെ നേർക്ക് കണ്ണൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി സുബ്രു പലതരത്തിലുള്ള ആംഗ്യഭാവങ്ങളും കാണിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അതിലേക്കൊന്നും ശ്രദ്ധ ചെലുത്താതെ അവൻ ആ ആഘോഷങ്ങളിലെ നിറക്കൂട്ടുകളിൽ സ്വയം മതിമറന്നാടാൻ തുടങ്ങി. ഒടുവിൽ ഒരു രക്ഷയുമില്ലെന്ന് വന്നപ്പോൾ അവൻ നിയന്ത്രണം തെറ്റിയ പോലെ കണ്ണൻ്റെ മുൻപിലേക്ക് ഇടിച്ചു കയറി വന്നു നിന്നു. ആഘോഷത്തിൻ്റെ നടുവിൽ നിന്നും അവനെ പിടിച്ചു വലിച്ചുകൊണ്ടവൻ അവിടെ നിന്നും മാറി അകലാൻ ശ്രമിച്ചു. അപ്രതീക്ഷിതമായ സുബ്രുവിൻ്റെ ആ പെരുമാറ്റം ചുറ്റും കൂടി നിന്നവരിലെല്ലാം പലതരത്തിലുള്ള സംശയങ്ങളിലേക്കും വഴി തെളിച്ചു. കണ്ണനെ ബലമായി പിടിച്ചുകൂട്ടിക്കൊണ്ടുപോകുന്ന സുബ്രുവിന് പിറകെ കല്ലുവും സംശയത്തോടെ പിന്തുടർന്നു ചെന്നു. കണ്ണൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടവൻ ആളും ബഹളങ്ങളും അധികമില്ലാത്ത ഒരു ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തി. കാര്യമെന്തെന്നറിയാതെ കണ്ണൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ്റെ കൈ തട്ടിമാറ്റി. എന്താടാ, എന്താ കാര്യം? നീ എന്തിനാ എന്നെ ഇവിടേക്ക് ബലമായി പിടിച്ചുകൊണ്ടുവന്നത്? കാര്യമെന്തെന്ന് പറഞ്ഞിട്ട് മതി ഇനിയുള്ള നിന്റെ നടത്തം. പറയടാ സുബ്രു. അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുൻപേ അവിടുത്തെ ഹാളിൽ സെറ്റ് ചെയ്തു വെച്ചിരുന്ന ടിവിയുടെ റിമോട്ട് എടുത്ത് അവൻ ഓൺ സ്വിച്ച് അമർത്തി. അവൻ്റെ കൈവിരലുകൾ ദ്രുതഗതിയിൽ ന്യൂസ് ചാനലിലേക്ക് പാഞ്ഞു ചെന്നു. ബ്രേക്കിംഗ് ന്യൂസ്. മലയാള സിനിമയിലെ പ്രമുഖ സൂപ്പർ താരമായ PKയുടെ സംരംഭമായ ബേബി ഫുഡ്സിൽ വിഷാംശം കണ്ടെത്തിയതായി സൂചന. വിശദാംശത്തിലേക്ക്. PK ഗ്രൂപ്പിന്റെ ബേബി ഫുഡ് നിർമ്മാണ മേഖലയിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ മന്ദീഭവിക്കുന്ന തോതിലുള്ള വിഷാംശം കണ്ടെത്തിയതായി റിപ്പോർട്ട് ലഭിച്ചു. PK ബേബി ഫുഡ്സ് കഴിച്ച ചില കുഞ്ഞുങ്ങൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഹോസ്പിറ്റൽ അന്വേഷണത്തിലാണ് ബേബി ഫുഡിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ പ്രതിനിധി മിസ്റ്റർ സനൂപിനെ നമുക്ക് കണക്ട് ചെയ്യാം. മിസ്റ്റർ സനൂപ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ?
നിത്യ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിനിമാ നടൻ PKയുടെ ബേബി ഫുഡ്സിന്റെ ഫാക്ടറിക്ക് മുൻപിലാണ്. വിവരമറിഞ്ഞെത്തിയ ചില നാട്ടുകാരൊക്കെ കടുത്ത രോഷത്തിലാണ് നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എത്രയും പെട്ടെന്ന് പ്രമുഖ നടനെതിരെ ആക്ഷൻ എടുക്കുമെന്നാണ് നമുക്ക് കിട്ടിയ ചില സൂചനകൾ. ഓക്കെ സനൂപ്, നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോകാം. ക്യാമറ കണ്ണുകൾ PKയുടെ ഫാക്ടറിക്ക് മുൻപിലേക്ക് നീങ്ങുന്ന ദൃശ്യം TV-യിൽ ദർശിച്ച മാത്രയിൽ അവൻ സ്തംഭിച്ചു നിന്നു. സ്വന്തം ഫാക്ടറിക്ക് മുൻപിൽ തടിച്ചുകൂടിയ ജനങ്ങളുടെ തിരക്ക് കണ്ടപ്പോൾ അവന്റെ കണ്ണുകളിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നത് പോലെ അനുഭവപ്പെട്ടു. ഒരു ഞെട്ടലോടെ അവൻ പതിയെ പിറകിലേക്ക് വലിഞ്ഞു നിന്നു. കണ്ണുകൾക്കും കാതുകൾക്കും വിശ്വസിക്കാൻ കഴിയാത്ത ആ വാർത്ത കേട്ടവൻ പതറി നിന്നു. മനസ്സെല്ലാം ശൂന്യമായ അവസ്ഥയിൽ അവിടെയുള്ള ഒരു ചെയറിൽ അവൻ പതിയെ വന്നിരുന്നു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന കല്ലുവിലും ഭയത്തിന്റെ നാമ്പുകൾ പൊട്ടിവിരിയുകയായിരുന്നു. കണ്ണന്റെ ചുമലിൽ ചെന്ന് പിടിച്ചുകൊണ്ടവൾ സംശയത്തോടെ ചോദിച്ചു, എന്താ കണ്ണേട്ടാ ഞാൻ ഈ കാണുന്നതൊക്കെ? ഇതെല്ലാം സത്യമാണോ? പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാനും നിങ്ങളിപ്പോൾ കൂട്ടുനിൽക്കാൻ തുടങ്ങിയോ കണ്ണേട്ടാ? ഹേയ്! അവൻ ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. കല്ലു, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. മര്യാദയ്ക്ക് എൻ്റെ മുന്നിൽ നിന്ന് പൊക്കോ. ഞാനാകെ സമനില തെറ്റിയാ നിൽക്കുന്നത്. എൻ്റെ കൈ മെനക്കെടുത്താതെ നീ വേഗം പോകുന്നതാ നല്ലത്. പൊക്കോ ഇവിടുന്ന്, അവൻ അലറിക്കൊണ്ട് പറഞ്ഞു. അതല്ലേലും അങ്ങനെയാണല്ലോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് സമനില തെറ്റുള്ളൂ. ദേ നിൽക്കണു നിങ്ങളുടെ കൂട്ടുകാരൻ. ചോദിച്ചു നോക്ക്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കല്ലേ. എന്താ ഉണ്ടായെന്ന് ചങ്കുറ്റത്തോടെ ചോദിക്കാൻ അവരോട് നിങ്ങൾക്ക് സാധിക്കോ കണ്ണേട്ടാ? സാധിക്കോ? TV-യിൽ കാണിച്ച കുട്ടികൾക്കെല്ലാം എന്തേലും സംഭവിച്ചാൽ പിന്നെ നമ്മളൊക്കെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം കണ്ണേട്ടാ? ആ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞാറ്റയുടെ പ്രായമുള്ളവരാ. ദേ കൃഷ്ണ, എനിക്ക് ഓർക്കാൻ തന്നെ പേടി തോന്നുന്നു. ഭഗവാനെ, ആ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു ആപത്തും വരുത്തതേ. അവൾ വേദനയോടെ കൈകൂപ്പി പ്രാർത്ഥിച്ചു നിന്നു. കല്ലു, നീയൊന്നും മിണ്ടാതിരിക്കാമോ? ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല കണ്ണേട്ടാ. എൻ്റെ വായ് മൂടിക്കെട്ടാൻ ഒരുപക്ഷെ കണ്ണേട്ടന് സാധിക്കും. എന്നാൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളോടെല്ലാം പറയാൻ എന്തുത്തരമാണ് കണ്ണേട്ടനുള്ളത്? ആലോചിക്ക്. നിങ്ങളുടെ കൂട്ടുകാരെ വിളിച്ച് നന്നായി ആലോചിക്ക്. അവൾ വേദനയോടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അവൾ പോയെന്ന് മനസ്സിലാക്കിയ ഉടൻ കണ്ണനും ക്ഷമ നശിച്ചുകൊണ്ട് സുബ്രുവിന് നേരെ തിരിഞ്ഞു. അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എങ്ങനെയാ ഇത് സംഭവിച്ചേ? എന്താ ഉണ്ടായേ? ഇതിപ്പോൾ തന്നെ ഈ ലോകം മൊത്തം അറിയും. പറ സുബ്രു, ആരാ ഇതിന് പിന്നിൽ കളിച്ചേ? പറയടാ. അവൻ്റെ പിടിവലിയിൽ നിന്നും കുതറി മാറിയ സുബ്രു അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു, നീ ഇതെന്നോട് ചൂടായിട്ട് എന്താടാ കാര്യം? നിന്നെപ്പോലെ ഈ വാർത്ത കണ്ടതു മുതൽ ഞാനും മൊത്തത്തിൽ ഷോക്കായി നിൽക്കുക. ഫാക്ടറിയിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് സതീശനല്ലേ? അവനെ വിളിക്ക്, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കേ. അപ്പോഴേക്കും വിവരം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് സതീശനും ബാബുവും എല്ലാം കടന്നു വന്നു. നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം വാർത്ത പ്രചരിച്ചതറിഞ്ഞുകൊണ്ട് വിവാഹ ചടങ്ങുകളിൽ നിന്നെല്ലാം ആളുകൾ വിട്ടു നിൽക്കാൻ തുടങ്ങി. ഫോണിൽ നോക്കി പരിഭ്രമിച്ചുകൊണ്ട് ഓടി വരുന്നവരുടെ മുൻപിൽ തല കുനിച്ചുകൊണ്ടവൻ മൗനമായി നിന്നു. അവന്റെ ആ നിൽപ്പ് കണ്ടയുടൻ സഹിക്കവയ്യാതെ സതീശൻ ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചു. എന്താടാ, എന്താ കണ്ണായി കേൾക്കുന്നതൊക്കെ? നമ്മുടെ ബേബി ഫുഡ്സിൽ വിഷാംശം കലർന്നെന്നോ? ആരാടാ നമ്മളോട് ഈ ചതി ചെയ്തത്? നിശബ്ദനായി നിൽക്കുന്ന കണ്ണനെ കുലുക്കി വിളിച്ചുകൊണ്ടവൻ ഉറക്കെ ചോദിച്ചു. അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ടവൻ സതീശന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. ഈ ചോദ്യം ഞാൻ നിന്നോടല്ലേ ചോദിക്കേണ്ടത് സതീശ? നിന്നെയൊക്കെ വിശ്വസിച്ചല്ലേ ഞാൻ ഷൂട്ടിംഗ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. എന്താണെന്നോ ഏതാണെന്നോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കുഞ്ഞാറ്റയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഈ ആപത്ത് സംഭവിച്ചിരിക്കുന്നത്. അല്പസമയം കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇവിടെ എത്തും. അതിനു മുൻപ് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഒരിടത്തും ഇരിപ്പുറയ്ക്കാതെ വിറളിപ്പിടിച്ചുകൊണ്ടവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ജോൺ സാറും ജെയിംസും കൂടി അവൻ്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. കാര്യങ്ങൾ അറിഞ്ഞ അവരുടെ മുഖത്തും വെപ്രാളമായിരുന്നു തെളിഞ്ഞു നിന്നത്. അവരുടെ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു കണ്ണൻ അന്നേരം. കണ്ണൻ്റെ സാഹചര്യം മനസ്സിലാക്കിയ ഉടൻ ജോൺ സാർ ഫോണെടുത്ത് വേണ്ടപ്പെട്ടവരെയെല്ലാം വിളിച്ച് വിവരം അന്വേഷിച്ചു. കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് കണ്ണന് വേണ്ടി മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷ നൽകുകയും ചെയ്തു. ഇതിൻ്റെ പിറകിൽ ആരായാലും നമുക്കത് കണ്ടുപിടിക്കാമെന്ന ആത്മവിശ്വാസം നൽകിക്കൊണ്ടവനെ അദ്ദേഹം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനൊപ്പം ജെയിംസ് അച്ചായൻ്റെ കരങ്ങളും അവൻ്റെ ചുമലിൽ വന്നു പതിച്ചു. നീ ധൈര്യമായിട്ടിരിക്കടാ, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ?
ആത്മവിശ്വാസത്തോടെയുള്ള ആ മറുപടിയും അവരുടെ സ്നേഹവും അവൻ്റെ മനസ്സിന് അല്പം ആശ്വാസം പകർന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ ഓഡിറ്റോറിയത്തിന്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോലീസ് വാഹനം വന്നു നിന്നു. കൂടെ ഈയാമ്പാറ്റകളെ പോലെ കുറേയധികം മീഡിയക്കാർ അവർക്ക് പിറകെ മൈക്കും ക്യാമറയുമായെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് അവിടേക്ക് ഓടി വന്നു. ബൂട്ട്സിട്ട ഷൂസുകളുടെ ശബ്ദത്തിൽ ഓഡിറ്റോറിയത്തിന്റെ നിലം ഉച്ചത്തിൽ ധ്വനിച്ചു തുടങ്ങി. വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളുടെ ഇടയിലേക്ക് അവർ നടന്നു വന്നു. കണ്ണന് ചുറ്റും വട്ടമളഞ്ഞുകൂടി നിന്നിരുന്നവർക്കിടയിലേക്ക് തൊപ്പിവെച്ച ആ നിയമപാലകർ ചെന്നു. അവരെ കണ്ടതും കണ്ണൻ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു. അതിനു പിറകെ വെപ്രാളപ്പെട്ടുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് കല്ലു അവർക്കടുത്തേക്ക് ഓടി വന്നു. ജെയിംസും ജോൺസാറും അവിടെ കൂടി നിന്നവരുമെല്ലാം അവൻ്റെ പിറകിൽ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. സിറ്റി പോലീസ് കമ്മീഷണറായ ഉയർന്ന ഉദ്യോഗസ്ഥൻ അവൻ്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ PK, ഇതിനോടകം താങ്കൾ വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. അതുകൊണ്ട് കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. പുറത്ത് മീഡിയക്കാരെല്ലാം വെയിറ്റ് ചെയ്യാണ്. കൂടുതൽ താമസിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആകും. അതുകൊണ്ട് ഞങ്ങൾക്കൊപ്പം സഹകരിച്ചു നിന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് സതീശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് മുൻപിലേക്ക് വന്നു നിന്നു. എന്തിൻ്റെ പേരിലാണ് സാർ കണ്ണനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്? അതിന് അവൻ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവനെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കണ്ണനെ ചതിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണിത്. എനിക്ക് ഉറപ്പുണ്ട് സാർ. ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകല്ലേ സാർ. അവൻ കൈകൂപ്പി തൊഴുതുകൊണ്ട് അവർക്ക് മുൻപിൽ മുട്ടുകുത്തി നിന്നു. സതീശന്റെ ആത്മാർത്ഥതയിൽ കണ്ണന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വന്നിരുന്നു. ഡാ സതീശ, എന്തൊക്കെയാടാ നീ ചെയ്യുന്നത്? ചോദിച്ചുകൊണ്ട് കണ്ണൻ അവനെ അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു. സതീശന്റെ പ്രകടനം കണ്ടപ്പോൾ കമ്മീഷണർ സംശയത്തോടെ ഒന്നുകൂടി മുന്നിലേക്ക് കയറി നിന്നു. അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ടയാൾ ചോദിച്ചു, നീ ആരാ? PKയുമായി നിനക്കെന്താ ബന്ധം? പെട്ടെന്ന് സതീശിന്റെ നേർക്ക് പോലീസുകാരൻ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടയുടനെ കണ്ണൻ അത് തടയാനായി അവന്റെ മുൻപിലേക്ക് കയറി നിന്നു. വേണ്ട സാർ, വിട്ടേക്ക്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയല്ലേ? ഞാൻ വരാം നിങ്ങളുടെ കൂടെ.